ഹലോ എവരിവൺ, വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. നമ്മൾ ഇന്ന് ഡിസ്കഷൻ ചെയ്യുന്നത് NIOS+2 എക്കണോമിക്സിന്റെ ചാപ്റ്റർ 20th ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ചാപ്റ്റർ 20 പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, അതായത് വില ഇലാസ്തികതയുടെ വിതരണം എന്ന ചാപ്റ്റർ ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾക്ക് എങ്ങനെയൊക്കെയാണ് പ്രൈസിന്റെ ഇലാസ്തികത സപ്ലൈയിലൂടെ വ്യക്തമാക്കുന്നത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ മനസ്സിലാക്കുന്നത്. നമ്മൾ ഡിമാൻഡ് പഠിച്ചു, ഡിമാൻഡിന്റെ ഇലാസ്റ്റിസിറ്റി പഠിച്ചു, അത് 5 രീതിയിൽ തരംതിരിച്ചത് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ നമ്മൾ സപ്ലൈ പഠിച്ചു, എന്താണ് സപ്ലൈ എന്ന് മനസ്സിലാക്കി. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ ഇൻക്രീസ് ചെയ്യും എന്നൊക്കെയാണ് സപ്ലൈയുടെ നിയമം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആണ്, അതായത് വില ഇലാസ്തിക വിതരണം എന്ന് പറയും. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. അപ്പൊ ഇവിടെ നമുക്ക് വില ഇലാസ്തിക വിതരണം, സപ്ലൈ എന്ന് പറഞ്ഞാൽ വിതരണം. അപ്പോൾ പ്രൈസ് ഇലാസ്തികതയുടെ വിതരണം എന്താണ്, അഥവാ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്താണ് എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾക്ക് എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് നോക്കാം. വിതരണത്തിന്റെ വില ഇലാസ്തികത എന്താണ്, അതായത് വാട്ട് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. വിതരണത്തിന്റെ വില ഇലാസ്തികത എന്താണ് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അപ്പോ വിതരണത്തിന്റെ വില ഇലാസ്തികത എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിന്റെ വിലയിൽ മാറ്റം വന്നാൽ അതിന്റെ വിതരണ അളവിൽ എത്രമാത്രം മാറ്റം സംഭവിക്കുന്നു എന്ന് അളക്കുന്നതാണ് വിതരണത്തിന്റെ വില ഇലാസ്തികത. അപ്പൊ വിതരണത്തിന്റെ ഇലാസ്തികത എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിന്റെ വിലയില് മാറ്റം വന്നാൽ അതിന്റെ വിതരണ അളവിൽ എത്ര മാറ്റം സംഭവിക്കുന്നു എന്ന് അളക്കുന്ന ആ അളവിനെയാണ് എന്ത് പറയുന്നത്, വിതരണത്തിന്റെ വില ഇലാസ്തികത. അപ്പോ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അഥവാ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അഥവാ വിതരണത്തിന്റെ വില ഇലാസ്തികത എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിന്റെ വിലയിലെ മാറ്റം വന്നാൽ അതിന്റെ വിതരണ അളവിൽ എത്രമാത്രം മാറ്റം സംഭവിക്കുന്നു എന്ന് അളക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, വിതരണത്തിന്റെ വില ഇലാസ്തികത എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ വിലയിൽ എത്രയാണോ മാറ്റം വന്നത് എന്നാൽ അതിന്റെ വിതരണം, അതിന്റെ സപ്ലൈന്റെ അളവിൽ എത്ര ചേഞ്ച് വന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, വിതരണത്തിന്റെ വില ഇലാസ്തികത അഥവാ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഒരു വസ്തു, ഒരു ആപ്പിളിന്റെ വിലയിൽ മാറ്റം വന്നാൽ ആ ആപ്പിളിന്റെ വിതരണത്തിന്റെ അളവിൽ എത്ര മാറ്റം വന്നു എന്നാണ് ഏതിലൂടെ മനസ്സിലാക്കുക, വിതരണത്തിന്റെ വില ഇലാസ്തികത അഥവാ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ വിലയിലെ മാറ്റത്തോടെ സപ്ലൈ എത്ര വേഗത്തിൽ പ്രതികരിക്കുന്നു എന്നതാണ് ഇതിന്റെ കാതൽ. ഇതിന്റെ പ്രധാന എഫിഷ്യൻസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്, വിലയിലെ മാറ്റത്തോടെ വിതരണം എന്ന് പറഞ്ഞാൽ സപ്ലൈ, വിലയിൽ ഉണ്ടാകുന്ന മാറ്റം സപ്ലൈയുടെ മാറ്റത്തിൽ എത്ര വേഗത്തിൽ പ്രതികരിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന കാതൽ. അടുത്തത് നോക്കൂ, നമ്മള് ഈ ഒരു പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ മനസ്സിലാക്കുന്നതിന് വേണ്ടി കുറച്ച് സൂത്രവാക്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങളുടെ ഗൈഡിലെ 235 പേജിൽ ആ സൂത്രവാക്യങ്ങൾ കാണാം. അപ്പൊ ഇത് നോക്കൂ, ഇവിടെ ഈ സൂത്രവാക്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് അതിന്റെ ശതമാനത്തിന്റെ വിതരണ അളവിലെ മാറ്റവും ആ മാറ്റത്തെ ഏതുകൊണ്ട് ഹരിച്ചാൽ മതി, ശതമാനത്തിലെ വിലയിലെ മാറ്റം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുക സൂത്രവാക്യത്തിലൂടെ, അതായത് ഇവിടെ പെർസെന്റേജ് നട്ടുണ്ട്, പെർസെന്റേജ് നിട്ടാൽ എന്താണ്, ശതമാനത്തിലെ വിതരണ അളവിലെ മാറ്റം ഹരിക്കണം ശതമാനത്തിലെ വിലയിലെ മാറ്റം.
ശതമാനത്തിലെ വിതരണ അളവിലെ മാറ്റം എന്ന് പറഞ്ഞാല് സപ്ലൈയുടെ അളവിലെ മാറ്റം. വിതരണം എന്ന് പറഞ്ഞാൽ സപ്ലൈ. അപ്പോ പെർസെന്റേജ് ചേഞ്ച് ഇൻ സപ്ലൈ ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എന്നാണ് ഇതിനെ പറയാ. EF ഈക്വൽ പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ശതമാന വിതരണ അളവിലെ മാറ്റം ഡിവൈഡഡ് ബൈ ശതമാന വിലയിലെ മാറ്റം. ഇനി അതുകൊണ്ട് തന്നെ ഈ നമ്മൾക്ക് അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് മനസ്സിലാക്കിയത്. പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ മാറ്റത്തെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരിക്കും. അതായത് നോക്കൂ, സപ്ലൈയുടെ അളവിലെ മാറ്റം ഡിവൈഡഡ് ബൈ ആദ്യ സപ്ലൈ. പ്രധാനം എന്ന് പറഞ്ഞാൽ പ്രധാനത്തിനെയാണ് നമ്മൾ മലയാളത്തിൽ സപ്ലൈ, ഇംഗ്ലീഷിൽ സപ്ലൈ എന്ന് പറയും, മലയാളത്തിൽ പ്രധാനം എന്നാ പറയാ. അപ്പൊ പ്രധാന അളവിലെ മാറ്റം ഡിവൈഡഡ് ബൈ ആദ്യത്തെ പ്രധാന അളവ് ഡിവൈഡഡ് ബൈ വിലയിലെ മാറ്റം ഡിവൈഡഡ് ബൈ ആദ്യ വില. അപ്പൊ ഇവിടെ Q ഡിവൈഡഡ് ബൈ Q ഹരിക്കണം P ഡിവൈഡഡ് ബൈ P. അപ്പൊ ഇവിടെ ആദ്യത്തെ Q എന്ന് പറയുന്നത് എന്താണ്? അതായത് പ്രധാനത്തിലെ മാറ്റവും ആദ്യത്തെ പ്രധാന അളവും. ഇവിടുത്തെ P എന്ന് പറയുന്നത് എന്താണ്? വിലയിലെ മാറ്റവും ആദ്യത്തെ പ്രൈസും. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഇക്വേഷൻ ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാല് വിലയിലുണ്ടാകുന്ന മാറ്റം സപ്ലൈയുടെ അളവിൽ എത്രത്തോളം മാറ്റം ഉണ്ടാകുന്നു എന്നതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. അതേപോലെ EF ഈക്വൽ പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. പിന്നെ നമ്മൾക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഏതൊക്കെ അവസ്ഥയിൽ കൂടെയാണ് വരുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ഡിമാൻഡിന്റെ 5 കേസ് പഠിച്ചു. അതേപോലെ തന്നെയാണ് സപ്ലൈക്കും 5 കേസ് ഉണ്ട്. സപ്ലൈയുടെ കേസ് എന്തൊക്കെയാ നോക്കൂ. നമുക്കറിയാം. ഫസ്റ്റ് വൺ ഏതാണ്? പൂർണ്ണ ഇലാസ്റ്റിക വിതരണം എന്ന് പറയും. പൂർണ്ണ ഇലാസ്റ്റിക വിതരണം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. അപ്പൊ കുട്ടികളെ, ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിച്ചില്ലേ, അതേപോലെ തന്നെ സപ്ലൈക്കും ഉണ്ട് 5 എണ്ണം. ഏതൊക്കെയാണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ അഥവാ പൂർണ്ണ ഇലാസ്റ്റിക വിതരണം. രണ്ടാമത്തത് ഏതാണ്? പൂർണ്ണ അനിലാസ്റ്റിക വിതരണം അഥവാ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. മൂന്നാമത്തത് ഏതാണ്? യൂണിറ്ററി ഇലാസ്റ്റിക വിതരണം, ഏകാത്മക ഇലാസ്റ്റിക വിതരണം. നാലാമത്തത് ഏതാണ്? ഇലാസ്റ്റിക വിതരണം, അതായത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ, EF ഗ്രേറ്റർ ദാൻ 1. അഞ്ചാമത്തത് ഏതാണ്? റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ, അനിലാസ്റ്റിക വിതരണം. ഇത് നിങ്ങൾക്ക് മലയാളത്തിൽ പറയണേക്കാട്ടിൽ എളുപ്പം ഇംഗ്ലീഷിലാണ് കേട്ടോ. അപ്പോ സപ്ലൈയുടെ ഡിഗ്രി അഥവാ ഇലാസ്റ്റിസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ 5 ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. സപ്ലൈയുടെ ഇലാസ്റ്റിസികത എന്ന് പറയുന്നത് 5 എണ്ണാണുള്ളത്. സപ്ലൈയുടെ ഇലാസ്റ്റികത എന്ന് പറയുന്നത് 5 എണ്ണാണ്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഏതാണ്? പൂർണ്ണ ഇലാസ്റ്റിക വിതരണം അഥവാ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. അതിന് കാണിക്കാനുള്ള സിമ്പലാണ് EF ഈക്വൽ ആൽഫ. രണ്ടാമത്തതാണ് അനിലാസ്റ്റിക വിതരണം. അനിലാസ്റ്റിക വിതരണം അല്ല, രണ്ടാമത്തതാണ് പൂർണ്ണ അനിലാസ്റ്റിക വിതരണം, EF ഈക്വൽ ടു 0. മൂന്നാമത്തതാണ് യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ അഥവാ ഏകാത്മക ഇലാസ്റ്റിക വിതരണം, ഏകക ഇലാസ്റ്റിക വിതരണം, EF ഈക്വൽ ടു 1. നാലാമത്തതാണ് ഇലാസ്റ്റിക വിതരണം, വെറും റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ അഥവാ ഇലാസ്റ്റിക വിതരണം, അതാണ് EF ഗ്രേറ്റർ ദാൻ 1. അഞ്ചാമത്തതാണ് അനിലാസ്റ്റിക വിതരണം, EF ലെസ് ദാൻ 1. അപ്പോ നമ്മളിപ്പോ എന്തൊക്കെയാ പഠിച്ചത്?
സപ്ലൈ എന്താന്ന് പഠിച്ചു. സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? വിലയിലുണ്ടാകുന്ന മാറ്റം സപ്ലൈയുടെ അളവിലും മാറ്റം ഉണ്ടാകാൻ കാരണമാകുന്നു. അതിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിന്റെ ഇക്വേഷൻ, അതായത് നമ്മൾ ആ ഫോർമുല പഠിച്ചു. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ആണ് എന്ത്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കണക്കാക്കാനുള്ള ഇക്വേഷൻ ആണ് ടീച്ചർ ഈ പറഞ്ഞത്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അതിനുശേഷം പിന്നെ നമ്മൾ അതിന്റെ എന്താണ് പഠിച്ചത്? അളവുകൾ പഠിച്ചു. അളവ് പറഞ്ഞാല് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയുടെ ഡിഗ്രി 5 ഡിഗ്രി ആണുള്ളത്. ഡിഗ്രി ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഡിഗ്രി ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ചോദിച്ചാലും ഡിഗ്രി ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ചോദിച്ചാലും ഈ 5 പോയിന്റ്സ് ആണ് വേണ്ടത്. ഏതൊക്കെ? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ, അതിനെയാണ് എന്ത് പറയുക? പൂർണ്ണ ഇലാസ്തിക വിതരണം. രണ്ടാമത്തത് ഏതാണ്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ, അതിന് പറയുന്ന പേരെന്താ? പൂർണ്ണ അനിലാസ്തിക വിതരണം. മൂന്നാമത്തത് ഏതാണ്? യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ അഥവാ ഏകാത്മക ഇലാസ്തിക വിതരണം, EF = 1. നാലാമത്തത് ഏതാണ്? ഇലാസ്തിക വെറും ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, അല്ലെങ്കിൽ അതിനെ റിലേറ്റീവ്ലി ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയും, അല്ലെങ്കിൽ ഇലാസ്തിക വിതരണം EF > 1. ആൻഡ് അഞ്ചാമത്തത് ഏതാണ്? അനിലാസ്തിക വിതരണം, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ EF < 1. അങ്ങനെ 5 എണ്ണാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഉള്ളത്. ഇലാസ്റ്റിസിറ്റി വീണ്ടും പറഞ്ഞു തരികയാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ 5 എണ്ണാണുള്ളത്. 1 പൂർണ്ണ ഇലാസ്തിക വിതരണം, 2 അനിലാസ്തിക വിതരണം, 3 ഏകക ഇലാസ്തിക വിതരണം, 4 ഇലാസ്തിക വിതരണം, 5 പൂർണ്ണ അനിലാസ്തിക വിതരണം. ഇനി ഇത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയണം? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ, യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. ഇത്രയാണ് 5 എണ്ണം ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയുടെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്സ് നോക്കൂ. അതിലെ നമുക്ക് ആദ്യത്തെ പഠിക്കാം. ഏതാ? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. എന്താ പഠിക്കാം? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കുമ്പോൾ എന്താണ് പ്രത്യേകത? ഈ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ കർവ് ഈസ് ഹൊറിസോണ്ടൽ. Suppliers are willing to supply any quantity at the given price, but will not supply at a lower price. ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കുമ്പോൾ സപ്ലൈ കർവ് എങ്ങനെയായിരിക്കും? ഹൊറിസോണ്ടൽ ആയിരിക്കാം, തിരശ്ചീനമായിരിക്കാം. Suppliers are willing to supply any quantity at the given price. ഒരു നിശ്ചിത പ്രൈസിന് ഒരുപാട് ക്വാണ്ടിറ്റി വാങ്ങുന്നത് കാണാം. ബട്ട് വിൽ നോട്ട് സപ്ലൈ അറ്റ് ലോവർ പ്രൈസ്. സപ്ലൈ പ്രൈസ് കുറയുന്നുമില്ല, കൂടുന്നുമില്ല. സപ്ലൈ പ്രൈസ് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. സപ്ലൈയുടെ പ്രൈസിന് ഒരു മാറ്റമില്ല. കണ്ടോ, പ്രൈസ് അവിടെ ഫിക്സഡ് ആയി നിൽക്കുകയാണ്. ക്വാണ്ടിറ്റി ഇങ്ങനെ കൂടുക. Q1 ക്വാണ്ടിറ്റി സപ്ലൈയുടെ Q1 ആവുന്നുണ്ട്, Q2 ആവുന്നുണ്ട്, Q3 ആവുന്നുണ്ട്. പ്രൈസ് എന്താണ്? ഒരു മാറ്റം ഇല്ലാതെ നിൽക്കുകയാണ്. കണ്ടോ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈയുടെ ഡയഗ്രാം നോക്കൂ. ഈ ഡയഗ്രാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ഡയഗ്രാണ്. അപ്പൊ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈയുടെ ഡയഗ്രാം നോക്കൂ. പ്രൈസിന് ഇവിടെ യാതൊരുവിധ ചേഞ്ചും ഇല്ല, പ്രൈസ് അവിടെ മാറ്റമില്ലാതെ നിൽക്കുകയാണ്. എന്നാൽ ക്വാണ്ടിറ്റി സപ്ലൈക്കാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? മാറ്റം സംഭവിക്കുന്നത്. ക്വാണ്ടിറ്റി സപ്ലൈ Q1 ആയിട്ടും Q2 ആയിട്ടും Q3 ആയിട്ടും അങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പ്രൈസ് ഇവിടെ എങ്ങനെയാണ്? അറ്റ് പ്രൈസ് P* ക്വാണ്ടിറ്റി സപ്ലൈഡ് ക്യാൻ ബി എനി എമൗണ്ട്. പ്രൈസ് ഒരു നിശ്ചിത എമൗണ്ട് ആണ്, ക്വാണ്ടിറ്റി സപ്ലൈ ആണ് ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സപ്ലൈ കർവ് ഹൊറിസോണ്ടൽ അറ്റ് ദ പ്രൈസ് P*. The price remain constant no matter how much is supplied. പ്രൈസ് ഇവിടെ എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ആണ്. പ്രൈസിന് മാറ്റമുണ്ടോ ഈ ഡയഗ്രത്തില്? ഇല്ല. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കുമ്പോൾ പ്രൈസിന് മാറ്റമില്ല.
ക്വാണ്ടിറ്റി സപ്ലൈക്കാണ് മാറ്റം. ക്വാണ്ടിറ്റി സപ്ലൈ Q1-ൽ നിന്നും Q2 ആയിട്ടും Q2-വിൽ നിന്നും Q3 ആയിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പഠിച്ച ആ ഫോർമുലയിൽ പഠിച്ച പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ, പൂർണ്ണ ഇലാസ്തിക പ്രധാനം. പൂർണ്ണ ഇലാസ്തിക പ്രധാനം അഥവാ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ, പൂർണ്ണ ഇലാസ്തികം എന്ന് പറയുവേന്. അടുത്ത ഡയഗ്രാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കൂ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. എന്താ ഇതിന് പറയാ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈക്ക് പറയുന്ന പേരെന്താണ്? പൂർണ്ണ അനിലാസ്തിക വിതരണം. പൂർണ്ണ അനിലാസ്തിക വിതരണം അഥവാ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പ്രൈസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്വാണ്ടിറ്റി സപ്ലൈ മാറ്റമില്ലാതെ സ്റ്റെക്കായി നിൽക്കുകയാണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കുമ്പോൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ കർവ് ഈസ് വെർട്ടിക്കൽ. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ കർവ് എപ്പോഴും എങ്ങനെയായിരിക്കുന്ന പറയുന്നത്? വെർട്ടിക്കൽ ആണ്. മറ്റേ തിരച്ചീനായിരുന്നു, ഇത് ലംബാണ് അല്ലെ, ലംബ കുത്തനെയാണ്. മാത്രല്ല സപ്ലൈ വിൽ ബി ദ സെയിം ക്വാണ്ടിറ്റി റിഗ്രേഡ്ലെസ് ഓഫ് ദ പ്രൈസ്. സപ്ലൈയിൽ ഇവിടെ എന്ത് സംഭവിക്കുകയാണ്? മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ്. പ്രൈസും അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്വാണ്ടിറ്റി സപ്ലൈ Q* ആയിട്ട് അവിടെ നിൽക്കുകയാണ്. പ്രൈസ് P1 ആണ്, P2 ആണ്, അങ്ങനെ P3 അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയാനുള്ള അതിന്റെ സിമ്പൽ എന്ത് വരാനുള്ള കാരണം? അതായത് ഏത് വരാനുള്ള കാരണം? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ ES = 0 എന്ന് പറയാനുള്ള കാരണം. മനസ്സിലായോ? കണ്ടോ, ഇവിടെ പ്രൈസിന് മാറ്റമുണ്ട്, പക്ഷെ ക്വാണ്ടിറ്റി സപ്ലൈ ഇവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ്. ക്വാണ്ടിറ്റി സപ്ലൈയിൽ മാറ്റമല്ല. അതുകൊണ്ട് സപ്ലൈ കർവ് എങ്ങനെയാണ്? വെർട്ടിക്കലാണ്, ലംബമാണ്. സപ്ലൈ ഇവിടെ വർദ്ധിക്കുന്നില്ല, പ്രൈസ് ആണ് ഇവിടെ വർദ്ധിക്കുന്നത്. ഞാൻ ഇതിന്റെ കീ പോയിന്റ് നോക്കൂ. നോ മാറ്റർ ഹൗ മച്ച് ദ പ്രൈസ് ചേഞ്ച്, ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് റിമൈൻ ദ സെയിം അറ്റ് Q*. പ്രൈസിന് യാതൊരു മാറ്റവും ഇല്ലാതെ തന്നെ പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ എന്തായിട്ട് നിൽക്കുകയാണ്? അവിടെ സെയിം പാറ്റേൺ ആയിട്ട്, സെയിം, അതായത് ഫിക്സഡ് ആയിട്ട് ക്വാണ്ടിറ്റി സപ്ലൈ നിൽക്കുന്നതിനെയാണ് എന്ത് പറയുക? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. ഓക്കെ, അടുത്ത നമ്മൾ ഏതാ പഠിച്ചത്? യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? ES = 1. സപ്ലൈ കർവ് passes through the origin. Percentage change in quantity supplied equal percentage change in price. ക്വാണ്ടിറ്റി സപ്ലൈയിലും ക്വാണ്ടിറ്റി സപ്ലൈയിലും പ്രൈസിലും ഒരേ മാറ്റം. പ്രൈസ് എത്രയാണോ മാറുന്നത് അതേ മാറ്റം എവിടെയും കാണാം, ക്വാണ്ടിറ്റി സപ്ലൈയിലും കാണാം. ഇതിനെയാണ് എന്ത് പറയുക? യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ അല്ലെങ്കിൽ ES = 1. യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈയുടെ കർവ് എങ്ങനെയാ വരയ്ക്കുക? സപ്ലൈ കർവ് എപ്പോഴും നേരെ കേട്ടോ വരയ്ക്കേണ്ടത്. ഡിമാൻഡ് കർവ് ആകുമ്പോഴാണ് നമ്മൾ സൈഡിന് വരച്ചിരുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് മാറരുത്. സപ്ലൈ കർവ് എപ്പോഴും നേരെ ആയിട്ടാ വരയ്ക്കുക. അപ്പൊ ഇവിടെ നോക്കൂ, പ്രൈസ് എന്ന് പറയുന്നത് P1 ആണ് അല്ലെ. പ്രൈസ് എന്താണ്? P1 ആയിരുന്നു. അപ്പൊ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതേ Q1 ആയി. ക്വാണ്ടിറ്റി സപ്ലൈ എന്ന് പറയുന്നത് Q1 ആയി. പിന്നെയും പ്രൈസ് P2 ആയിട്ട് വർദ്ധിച്ചു. അപ്പൊ ഇതേ ലെവലിൽ തന്നെ ക്വാണ്ടിറ്റി സപ്ലൈ എന്തായി? Q2 ആയിട്ട് വർദ്ധിച്ചു. അപ്പൊ ഇവിടെ എന്താ? പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ക്വാണ്ടിറ്റി സപ്ലൈയിൽ വരുന്ന അതേ മാറ്റം പോലെ തന്നെയാണ് ക്വാണ്ടിറ്റി പ്രൈസിലും വരുന്ന മാറ്റം. അതുകൊണ്ടാണ് ഇവിടെ ES = 1 വരാനുള്ള കാരണം. ഇവിടെ ES = 1 വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ദ സപ്ലൈ കർവ് പാസസ് ത്രൂ ദ ഒറിജിൻ. സപ്ലൈ കർവ് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒറിജിനിലൂടെ, യഥാർത്ഥ ഭാഗത്തൂടെയാണ്. മാത്രല്ല ഇവിടെ വെർട്ടിക്കലും വരുന്നില്ല, ഹൊറിസോണ്ടലും വരുന്നില്ല. ഒറിജിനിൽ നിന്നാണ് സപ്ലൈ കർവ് പാസ് ചെയ്യുന്നത്. സപ്ലൈ കർവ് പാസ് ചെയ്യുന്നത് അതിന്റെ ഒറിജിനൽ യഥാർത്ഥ ഭാഗത്തിൽ നിന്നാണ്. പിന്നെ മാറ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്രൈസ് മാറ്റണ്ട്, അതേ മാറ്റം എവിടെയും ഉണ്ട്.
ക്വാണ്ടിറ്റീവ് സപ്ലൈയിലും ഉണ്ട്. പ്രൈസ് എത്ര ശതമാനമാണോ മാറുന്നത് അതേ ശതമാനം മാറ്റം ഏതിലും കാണുന്നുണ്ട്, ക്വാണ്ടിറ്റീവ് സപ്ലൈയിലും കാണുന്നുണ്ട്. ഇപ്പൊ പ്രൈസ് ഇവിടെ 100% വർദ്ധിച്ചതെങ്കിൽ ക്വാണ്ടിറ്റീവ് സപ്ലൈയും എങ്ങനെയാ വർദ്ധിക്കുന്നത്, 100%. അപ്പൊ പ്രൈസിന്റെ മാറ്റവും ക്വാണ്ടിറ്റീവ് സപ്ലൈയുടെ മാറ്റവും ഈക്വലായി വരുന്നതിനെയാണ് എന്ത് പറയുക, യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. മനസ്സിലായോ മക്കളെ? യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞാല് പ്രൈസിന് വരുന്ന മാറ്റവും അതേപോലെ തന്നെ സപ്ലൈക്ക് വരുന്ന മാറ്റവും, ക്വാണ്ടിറ്റീവ് സപ്ലൈക്ക് വരുന്ന മാറ്റവും തുല്യമാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. പ്രൈസിന് വരുന്ന മാറ്റം OP1 ആയിരുന്നെങ്കിൽ ക്വാണ്ടിറ്റിക്ക് വരുന്ന മാറ്റം, ക്വാണ്ടിറ്റീവ് സപ്ലൈക്ക് വരുന്ന മാറ്റം OQ1 ആയിരുന്നു. പിന്നെ പ്രൈസിന് വരുന്ന മാറ്റം OP2 ആയിരുന്നെങ്കിൽ ക്വാണ്ടിറ്റീവ് സപ്ലൈക്ക് വരുന്ന മാറ്റം OQ2 ആയി. ഇതിനെയാണ് എന്ത് പറയുന്നത്, യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. അടുത്തത് നോക്കൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്, 4ാമത്തെ സ്റ്റെപ്പാണ്. ഇപ്പൊ 3 നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്, ഒന്നുകൂടി ടീച്ചർ പറഞ്ഞുതരാം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ പഠിച്ചു. ഇവിടെ ഇലാസ്റ്റിക് സപ്ലൈ കർവ് എങ്ങനെയാണ്, ഹൊറിസോണ്ടൽ ആണ് അല്ലേ. മാത്രമല്ല പ്രൈസ് അവിടെ ഒരു മാറ്റം ഇല്ലാതെ നിൽക്കുകയാണ്. സപ്ലൈ ക്വാണ്ടിറ്റി സപ്ലൈ ആണ് Q1, Q2, Q3 ആയി വർദ്ധിക്കുന്നത്. പിന്നത്തെ നമ്മൾ പഠിച്ചു പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. ഇത് എപ്പോഴും നിങ്ങൾ മലയാളത്തിലായി മനസ്സിലാക്കണേക്കാട്ടും സുഖം നിങ്ങൾക്ക് ഇത് ഇംഗ്ലീഷിലാണ് കേട്ടോ. ഇത് ഇംഗ്ലീഷിൽ എഴുതിയപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഡയഗ്രത്തിന്റെ ഹെഡിങ് വെക്കേണ്ടത് ഇംഗ്ലീഷിൽ തന്നെ വെക്കുകൊണ്ടു. അപ്പോഴേ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഓർമ്മ കിട്ടുള്ളൂ കേട്ടോ. ഈ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കുമ്പോ എന്താ, പ്രൈസ് ഇങ്ങനെ മാറുന്നുണ്ട്, സപ്ലൈ മാറുന്നില്ല, അവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ്. പ്രൈസിൽ മാറ്റം സംഭവിക്കുമ്പോൾ സപ്ലൈ മാറ്റമില്ലാതെ സ്റ്റെക്കായി നിൽക്കുകയാണ്. അതുകൊണ്ട് സപ്ലൈ കർവ് എങ്ങനെയാണ്, വെർട്ടിക്കലാണ്, ലംബമാണ്. അടുത്തതാണ് നമ്മൾ ടീച്ചർ പറഞ്ഞു തന്നത് യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. ഇതിന്റെ പ്രത്യേകത എന്താണ്, സപ്ലൈയിൽ വരുന്ന അതേ മാറ്റം, ക്വാണ്ടിറ്റി സപ്ലൈയിൽ എത്ര ശതമാനമാണോ മാറ്റം വരുന്നത് അതേ ശതമാനം മാറ്റം തന്നെയാണ് ഇതിലും വരിക, പ്രൈസിലും വരിക. പ്രൈസിൽ വരുന്ന മാറ്റവും ക്വാണ്ടിറ്റി സപ്ലൈയിൽ വരുന്ന മാറ്റവും ഈക്വൽ ആകുന്നതിനെയാണ് എന്ത് പറയുക, യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ അഥവാ EF = 1 എന്ന് പറയുക. അതുകൊണ്ട് അതിന്റെ സപ്ലൈ കർവ് ഒറിജിനിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതുകൊണ്ടാണ് അത് ഒറിജിൻ ആണ് എന്ന് പറയാനുള്ള കാരണം. മാത്രല്ല പ്രൈസ് 100% ചേഞ്ച് സംഭവിക്കുന്നതെങ്കിൽ ക്വാണ്ടിറ്റി സപ്ലൈയും എങ്ങനെയാണ്, 100%. പ്രൈസ് P1 നിന്നും P2 ആകുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ Q1 നിന്നും Q2 ആകുന്നു. ഇതാണ് യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. ഇത് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇവിടുത്തെ അതേ അളവ് തന്നെ വേണം കേട്ടോ ഇവിടെയും കിട്ടാന്. ഓക്കെ, അടുത്തതാണ് 4ാമത്തത് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അഥവാ മോർ ദാൻ ഇലാസ്റ്റിക് സപ്ലൈ അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്നൊക്കെ പറയും. ഈ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞാലും മോർ ദാൻ ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞാലും ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുക, മക്കളെ ഇവിടെ പ്രൈസ് ആദ്യം P1 ആയിരുന്നു. ഗിവൺ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ പ്രൈസ്, ഒരു നിശ്ചിത ശതമാനം പ്രൈസ് ഇൻക്രീസ് ചെയ്തു, P2 ആയി ഇൻക്രീസ് ചെയ്തു. പക്ഷേ ക്വാണ്ടിറ്റി സപ്ലൈ പ്രൈസ് P2 ആയിട്ട് ഇങ്ങോട്ട് മുകളിലേക്ക് പൊന്തിയപ്പോൾ അതിന്റെ ഇരട്ടിക്ക് ഏതും വർദ്ധിച്ചു, ക്വാണ്ടിറ്റി സപ്ലൈയും വർദ്ധിച്ചു. കാരണം സപ്ലൈ തിയറി നമുക്കറിയാം, ലോ ഓഫ് സപ്ലൈ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈയും ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ പ്രൈസ് P2 ആയി വർദ്ധിച്ചപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ എത്രയായിട്ടാണ് വർദ്ധിക്കുന്നത്, Q2 ആയിട്ട് വർദ്ധിക്കണം. എ ഗിവൺ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ പ്രൈസ് ലീഡ്സ് ടു എ ലാർജർ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഒരു നിശ്ചിത ശതമാനം പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത ശതമാനം ക്വാണ്ടിറ്റി സപ്ലൈയും ഇൻക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഇൻക്രീസ് ചെയ്തത് ഒരു 80% ആണെങ്കിൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇൻക്രീസ് ചെയ്തത് എത്ര ശതമാനമാണ്, ഒരു 100%. അതായത് പ്രൈസിന്റെ വർധനവിനേക്കാൾ ക്വാണ്ടിറ്റി സപ്ലൈ വർദ്ധിക്കുക. ഇൻക്രീസ് ചെയ്യുക പറഞ്ഞാൽ എന്താ, വർദ്ധിക്കുക. വർദ്ധിക്കണേനാണ് നമ്മൾ എന്ത് പറയുക, ഇൻക്രീസ് ചെയ്യുക എന്ന് പറയാ. ഇപ്പൊ പ്രൈസ് എത്ര ശതമാനമാണോ വർദ്ധിച്ചത് അതിന്റെ ഇരട്ടിയായിട്ട് ക്വാണ്ടിറ്റി സപ്ലൈ വർദ്ധിക്കുന്നതിനെയാണ് എന്ത് പറയുക, മോർ ദാൻ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അഥവാ റിലേറ്റീവ്ലി ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയാം. EF > 1 ആണ്.
ഇവിടെ നോക്കൂ, മോർ ദാൻ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയുടെ പ്രത്യേകത EF ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് മോർ ദാൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എന്നാണ് പറയുക. അതല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഗ്രേറ്റർ ദാൻ 1. അതുകൊണ്ട് ഇതിന്റെ സിമ്പിൾ ഗ്രേറ്റർ ദാൻ 1 ആണ് കേട്ടോ. ഉണ്ടോ, മോർ ദാൻ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ EF ഗ്രേറ്റർ ദാൻ 1. ഇതിന്റെ കാരണം ഇത് എങ്ങനെ ഗ്രേറ്റർ ദാൻ 1 ആവാനുള്ള കാരണം എന്തുകൊണ്ടാണ്? പ്രൈസ് P1 ആയിരുന്നു, P2 ആയി, കുറച്ച് വർദ്ധിച്ചപ്പോഴേക്കും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡബിൾ ആയിട്ടാണ് വർദ്ധിക്കണേ. അതുകൊണ്ടാണ് ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഗ്രേറ്റർ ദാൻ 1 ആവാനുള്ള കാരണം. അടുത്ത ലാസ്റ്റ് ഡയഗ്രത്തിക്കാണ് നമ്മൾ കടക്കുന്നത്. ലെസ് ദാൻ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ലെസ് ദാൻ ഇലാസ്റ്റിക് സപ്ലൈ അഥവാ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയാം. ലെസ് ദാൻ EF ലെസ് ദാൻ 1, ലെസ് ദാൻ ഇലാസ്റ്റിക് സപ്ലൈ. ഇതെന്താ? പ്രൈസ് വർദ്ധിക്കുന്നുണ്ട്, പക്ഷെ ക്വാണ്ടിറ്റി സപ്ലൈ വർദ്ധിക്കണില്ല. പ്രൈസ് 10 മടങ്ങാണ് വർദ്ധിക്കുന്നത്, പക്ഷെ ക്വാണ്ടിറ്റി സപ്ലൈ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. മറ്റോടത്ത് എങ്ങനെയായിരുന്നു? മോർ ദാൻ ഇലാസ്റ്റിക് സപ്ലൈ ചെയ്യുമ്പോൾ പ്രൈസ് കുറച്ചേ വർദ്ധിക്കുന്നുള്ളൂ, പക്ഷെ ക്വാണ്ടിറ്റി സപ്ലൈ നന്നായി വർദ്ധിക്കുക ചെയ്തത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പ്രൈസ് നന്നായി വർദ്ധിക്കുന്നുണ്ട്, പക്ഷെ ക്വാണ്ടിറ്റി സപ്ലൈ വർദ്ധിക്കുന്നുണ്ട്, പക്ഷെ അതെങ്ങനെയാണ്? കുറച്ചേ വർദ്ധിക്കുന്നുള്ളൂ, ലെസ് ദാൻ ആയിട്ടാണ് വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് എ ഗിവൺ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പ്രൈസ് ലീഡ്സ് ടു എ സ്മാളർ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഈ ബോക്സിലുള്ളത് പഠിക്കണം കേട്ടോ നിങ്ങള്. അപ്പോ ഒരു ലെസ് ദാൻ ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ്? എ ഗിവൺ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പ്രൈസ് ലീഡ്സ് ടു എ സ്മാളർ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഒരു നിശ്ചിത ശതമാനം പ്രൈസ് വർദ്ധിക്കുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ വർദ്ധിക്കുന്നത് എങ്ങനെയാണ് എന്നാ പറയുന്നത്? കുറച്ച് മാത്രമാണ്. പ്രൈസ് ഒരു നിശ്ചിത ശതമാനം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ക്വാണ്ടിറ്റി സപ്ലൈന്റെ വർധനവ് എങ്ങനെയായിട്ടാണ്? സ്മാളർ ആയിട്ടാണ്, ചെറിയ തോതിൽ. ഇത് കണ്ടുവോ? ഈ ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൈസ് P1 ആയിരുന്നു, പിന്നെ പ്രൈസ് P2 ആയിട്ട് വർദ്ധിച്ചു. ആ P2 ആയി വർദ്ധിക്കുമ്പോൾ നല്ല വർധനവാണ്, പക്ഷെ ക്വാണ്ടിറ്റി സപ്ലൈ എങ്ങനെയാണ്? കുറച്ചേ വർദ്ധിക്കുന്നുള്ളൂ. The supply curve is relatively steep, more vertical, hence supply is less than elastic. അതുകൊണ്ട് ഇവിടെ എങ്ങനെയാണ് ഇപ്പൊ ഇത് പറയുക? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ലെസ് ദാൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എന്നാ പറയാ. അതല്ലെങ്കിൽ എങ്ങനെ പറയാം? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ലെസ് ദാൻ 1. ഇവിടെ പ്രൈസ് എങ്ങനെയാണ്? ലെസ് ദാൻ 1 ആണ്. കാരണം എന്തുകൊണ്ടാണ്? പ്രൈസ് ഇവിടെ നന്നായി വർദ്ധിക്കുന്നുണ്ട്, പക്ഷെ ക്വാണ്ടിറ്റി സപ്ലൈ ഇവിടെ കുറച്ചേ വർദ്ധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ EF ലെസ് ദാൻ 1 ആണ്. അപ്പൊ നമ്മള് അതായത് ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയുടെ 5 എണ്ണം നമ്മൾ പഠിച്ചു. ഇതേപോലെ നമ്മൾ ഡിമാൻഡും പഠിച്ചിട്ടുണ്ട്, മറക്കരുത്. ആദ്യത്തെ 2 ഡയഗ്രങ്ങൾ ഒന്ന് തന്നെയാണ്. ഡിമാൻഡ് ആവുമ്പോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് കൊടുക്കണം, സപ്ലൈ ആവുമ്പോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് കൊടുക്കണം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ 5 എണ്ണം ഉണ്ട്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ ഉണ്ട്, ഇത് നമ്മൾ പഠിച്ചു. ഇവിടെ പ്രൈസിന് യാതൊരു മാറ്റവും ഇല്ല, സപ്ലൈക്കാണ് മാറ്റം. പിന്നെ നമ്മളിവിടെ പ്രൈസിന് മാറ്റം കണ്ടു, പക്ഷെ സപ്ലൈ മാറ്റമല്ലാതെ ഇവിടെ എന്തായിട്ട് നിൽക്കുകയാണ്? വെർട്ടിക്കലായിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ പഠിച്ചത് പ്രൈസിന് ചെറിയ മാറ്റേ ഉള്ളൂ, പക്ഷെ ക്വാണ്ടിറ്റി സപ്ലൈ വളരെ അധികം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രൈസിന്റെ മാറ്റവും ക്വാണ്ടിറ്റി സപ്ലൈയുടെ മാറ്റവും ഇവിടെ എങ്ങനെയാണ്? ഈക്വൽ ആണ്, തുല്യമാണ്. അതാണ് യൂണിറ്ററി സപ്ലൈ, ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുക. പിന്നെ നമ്മൾ പഠിച്ചു പ്രൈസിന് കുറച്ച് മാറ്റേ ഉള്ളൂ, പക്ഷെ ക്വാണ്ടിറ്റി സപ്ലൈ കൂടുതലായിട്ട് മാറുകയാണ്, മോർ ദാൻ ചേഞ്ച് ആണ്. അതുകൊണ്ട് EF ഗ്രേറ്റർ ദാൻ 1 ആണ് ഇവിടെ വരിക, അല്ലേ? കാരണം പ്രൈസിന് ചെറിയ മാറ്റം, പ്രൈസ് P1 നിന്നും P2 ആയെങ്കിലും ക്വാണ്ടിറ്റി Q1 നിന്നും ഡബിൾ ആയിട്ടാണ് Q2 ആയത്. പിന്നെ നമ്മൾ പഠിച്ചതാണ് ലെസ് ദാൻ ഇലാസ്റ്റിക് സപ്ലൈ. ലെസ് ദാൻ ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കുമ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ EF ലെസ് ദാൻ 1 ആയിരിക്കും. കാരണം പ്രൈസിന് നല്ല മാറ്റമുണ്ട്, പക്ഷെ ക്വാണ്ടിറ്റി സപ്ലൈ കുറച്ചേ മാറുന്നുള്ളൂ. അപ്പൊ ഇത്രയും ഡയഗ്രാംസ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പഠിച്ചേ? സപ്ലൈ എന്താന്ന് പഠിച്ചു, പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം കാരണം ക്വാണ്ടിറ്റി സപ്ലൈയുടെ
മാറ്റം വരുന്നതിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുക. പിന്നെ അതിന്റെ ഫോർമുല മനസ്സിലാക്കി, അത് 5 എണ്ണം ഉണ്ട് എന്ന് മനസ്സിലാക്കി, ആ 5 എണ്ണവും നമ്മൾ ഡയഗ്രമാറ്റിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്തു. അടുത്തത് നോക്കൂ. ഈ പറഞ്ഞ കാര്യം തന്നെ ഒന്നും കൂടി എടുത്ത് കാണിച്ചു തരികയാണ്. ഇവിടെ പൂർണ്ണ അനിലാസ്റ്റിക വിതരണം EF = 0, അതായത് ലെസ് ദാൻ ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വില മാറിയാലും വിതരണ അളവിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കാത്ത അവസ്ഥയാണ് ഏത്? ലെസ് ദാൻ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അഥവാ പൂർണ്ണ അനിലാസ്റ്റിക വിതരണം EF. ഈ ചിത്രം ഇതാണ്, ഈ ചിത്രത്തിൽ പറയുന്ന കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ വെറും അനിലാസ്റ്റിക വിതരണം എന്ന് പറഞ്ഞാൽ എന്താണ്? EF > 1. വിലയില്, അതായത് പൂർണ്ണ അനിലാസ്റ്റിക വിതരണം എന്ന് പറയുന്നത് നമ്മൾ ഈ ഡയഗ്രാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സോറി, ഈ ഡയഗ്രാണ്. ഇവിടെ എന്താണ്? വിലയിൽ മാറ്റമുണ്ട്, പക്ഷെ സപ്ലൈയില് മാറ്റമല്ല. അതുകൊണ്ടാണ് EF = 0 എന്ന് പറയാനുള്ള കാരണം. പിന്നെ അനിലാസ്റ്റിക വിതരണം എന്നാണ് വിലയിൽ മാറ്റണ്ട, EF > 1. കാരണം വിലയിലെ ശതമാന മാറ്റത്തേക്കാൾ വിതരണത്തിലെ ശതമാന മാറ്റം എങ്ങനെയായിരിക്കും? ഇവിടെ ലെസ് ദാൻ 1 ആട്ടോ. EF ലെസ് ദാൻ 1 ആണ്, > 1 അല്ല, ലെസ് ദാൻ 1 ആണ്. ഈ ഡയഗ്രാം കേട്ടോ, ഈ ഡയഗ്രാമാണ് ഇവിടെ പറയുന്നത്. കാരണം വിലയിലല്ല മാറ്റം, പക്ഷെ ക്വാണ്ടിറ്റി സപ്ലൈ മാറുന്നില്ല. പിന്നെ ഏകാത്മിക ഇലാസ്റ്റിക വിതരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഈ ഡയഗ്രത്തെ കാര്യം വീണ്ടും ഇതിൽ കാണിക്കാന്നേ ഉള്ളൂ കേട്ടോ. ഏകാത്മിക ഇലാസ്റ്റിക വിതരണം എന്ന് പറഞ്ഞാൽ വിലയിലെ ശതമാന മാറ്റവും അതേപോലെ തന്നെ സപ്ലൈയിലെ മാറ്റവും തുല്യമാകുന്നതാണ് ഏകക ഇലാസ്റ്റിക വിതരണം. അതായത് ആ ഡയഗ്രത്തിൽ പഠിച്ച EF = 0 പറഞ്ഞാല് വില മാറിക്കൊണ്ടിരിക്കും, സപ്ലൈ മാറുന്നില്ല. പിന്നെ അനിലാസ്റ്റിക വിതരണം അഥവാ ലെസ് ദാൻ ഇലാസ്റ്റിക് സപ്ലൈ ആണ് അനിലാസ്റ്റിക വിതരണം. ഇതാവുമ്പോ വില ലോ മാറിക്കൊണ്ടിരിക്കും, അപ്പോഴും സപ്ലൈയുടെ മാറ്റം കുറവായിരിക്കും. പിന്നെ ഏകക ഇലാസ്റ്റിക വിതരണം എന്ന് പറഞ്ഞാൽ വിലയിൽ മാറ്റമുണ്ട്, എന്നാൽ വിലയിലും സപ്ലൈയിലും തുല്യമായ മാറ്റാണ്. അടുത്തത് നോക്കൂ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതന്നെ ഇലാസ്റ്റിക വിതരണം EF > 1. വിലയിലെ ശതമാന മാറ്റത്തെക്കാൾ സപ്ലൈയിലെ ശതമാന മാറ്റം കൂടുതലാകുമ്പോഴാണ് ഏത് വരിക? ഇലാസ്റ്റിക വിതരണം. പിന്നെ പൂർണ്ണ ഇലാസ്റ്റിക വിതരണം. ഇതൊക്കെ നമ്മൾ ആ ഡയഗ്രത്തിൽ പഠിച്ച കാര്യം വീണ്ടും പറഞ്ഞു തരികയെന്നേ ഉള്ളൂ. ഈ ഡയഗ്രത്തിൽ പഠിച്ചില്ലേ, പഠിച്ച 5 പോയിന്റും വീണ്ടും ഇങ്ങനെ എടുത്ത് കാണിച്ചു തരികയെന്നേ ഉള്ളൂ. പൂർണ്ണ ഇലാസ്റ്റിക വിതരണം അഥവാ പെർഫെക്റ്റ് ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? EF = α. വിലയിലെ ചെറിയ മാറ്റം പോലും ക്വാണ്ടിറ്റി സപ്ലൈയിൽ വലിയ മാറ്റം ഉണ്ടാക്കി കാണിക്കുന്നതാണ് ഏത്? പൂർണ്ണ ഇലാസ്റ്റിക വിതരണം. അടുത്തതാണ്, ഇനി നമ്മള് ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അളക്കുന്ന രീതികൾ, മെത്തേഡ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയും. അതായത് മെത്തേഡ്സ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അളക്കാൻ ഉപയോഗിക്കുന്ന രീതികൾ ഏതൊക്കെ എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഏതൊക്കെ മെത്തേഡിലൂടെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അളക്കുക എന്നാണ് മെഷറിങ്. അതായത് ഒരു മിനിറ്റ്. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില മെത്തേഡുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെ രീതിയിലൂടെയാണ്, ഏതൊക്കെ മെത്തേഡിലൂടെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അളക്കുന്നത്? പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന രീതി ഏതൊക്കെയാണ് നോക്കൂ. പെർസെൻറ്റേജ് മെത്തേഡും ഉണ്ട്, ജോമെട്രിക് മെത്തേഡും ഉണ്ട്. അപ്പൊ കുട്ടികളെ നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്താണ്? ആദ്യം നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? സപ്ലൈ എന്താന്ന് പഠിച്ചു, സപ്ലൈയുടെ ഫോർമുല പഠിച്ചു, അതേപോലെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയുടെ 5 ഡിഗ്രികൾ പഠിച്ചു, 5 ഡയഗ്രാംസും അത് ഓരോന്നും എങ്ങനെയാണ് വിശദീകരിക്കുക എന്ന് പഠിച്ചു അല്ലേ. അതേപോലെ ഇനി നമ്മൾ പഠിക്കുന്നത് അത് അളക്കുന്നതിനുള്ള രീതികളാണ്. പ്രധാനമായും ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അളക്കാൻ 3 രീതികളാണ് ഉപയോഗിക്കുക. പെർസെൻറ്റേജ് മെത്തേഡും ഉണ്ട്, ജോമെട്രിക് മെത്തേഡും ഉണ്ട്. അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അളക്കുന്നതിന് വേണ്ടി
ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്നാണ് അതിന്റെ ഹെഡിങ് വരിക കേട്ടോ. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അളക്കുന്ന രീതികൾ. അതിൽ ഒന്നാമത്തെ രീതിയാണ് ശതമാന രീതി, പെർസെന്റേജ് മെത്തേഡ്. രണ്ടാമത്തെ രീതിയാണ് ജ്യാമിതീയ രീതി അഥവാ ജോമെട്രിക് മെത്തേഡ്. ശതമാന രീതി ആയിരിക്കുമ്പോ എങ്ങനെയാണ്? വിതരണ അളവിലെ ശതമാന മാറ്റവും വിലയിലെ ശതമാന മാറ്റവും താരതമ്യം ചെയ്യുമ്പോഴാണ് ഏത് രീതി? പെർസെന്റേജ് മെത്തേഡ്. വിതരണ അളവിലെ ശതമാന മാറ്റവും സപ്ലൈയിലെ ശതമാന മാറ്റവും പ്രൈസിലെ ശതമാന മാറ്റവും, അതായത് EF ഈക്വൽ പെർസെന്റേജ് ഓഫ് ഡെൽറ്റ QF ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ഓഫ് ഡെൽറ്റ P. QF എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി സപ്ലൈയിലെ, ഡെൽറ്റ പറഞ്ഞാൽ ചേഞ്ച്, ക്വാണ്ടിറ്റി സപ്ലൈയിലെ ശതമാനത്തിൽ വരുന്ന മാറ്റം ഡിവൈഡഡ് ബൈ പ്രൈസിന്റെ ശതമാന മാറ്റം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഏതിനെ കാൽക്കുലേറ്റ് ചെയ്യുക? അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ശതമാന രീതി. ഈ ശതമാന രീതി എന്ന് പറയുമ്പോൾ അത് ഏത് രീതി കൂടെയാണ് നമ്മൾ കണക്കാക്കുന്നത്? അതായത് ഈ ഒരു ഇക്വേഷനാണ് വേണ്ടത് കേട്ടോ. അപ്പൊ കുട്ടികളെ, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡാണ്. ഒന്ന് പെർസെന്റേജ് മെത്തേഡും രണ്ട് ജോമെട്രിക് മെത്തേഡും. പെർസെന്റേജ് മെത്തേഡ് പറഞ്ഞാൽ എന്താ? EF ഈക്വൽ, ഇവിടെ പെർസെന്റേജ് എന്നുള്ളതിനാണ് ശതമാനം എന്നിട്ടുണ്ട്, അതിനാണ് പെർസെന്റേജ് എന്ന് പറയാ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച്, ഈ ഡെൽറ്റ സൂചിപ്പിക്കുക ചേഞ്ച്, മാറ്റം. അപ്പൊ QF എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി സപ്ലൈ. അപ്പൊ ക്വാണ്ടിറ്റി സപ്ലൈയുടെ ശതമാനത്തിൽ വന്ന മാറ്റം ഡിവൈഡഡ് ബൈ പ്രൈസിന്റെ ശതമാനത്തിൽ വന്ന മാറ്റം എന്നാണ്. ഈ ഒരു ഇക്വേഷനാണ് ഏത് രീതിയിൽ വേണ്ടത്? പെർസെന്റേജ് മെത്തേഡിൽ വേണ്ടത്. അടുത്ത ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള രീതിയാണ് ജോമെട്രിക് മെത്തേഡ്. ജോമെട്രിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജ്യാമിതീയ രീതി എന്ന് പറയും. ജ്യാമിതീയ രീതിയിലെ വിതരണ വക്രത്തിന്റെ സപ്ലൈ കർവ് രൂപവും സ്ഥാനവും ഉപയോഗിച്ച് ഇലാസ്തികത നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജോമെട്രിക് മെത്തേഡിൽ ഇതേപോലെ ആയിരിക്കും. ജോമെട്രിക് മെത്തേഡിന്റെ രീതി എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. മനസ്സിലായോ? നമ്മൾ ക്വാണ്ടിറ്റി സപ്ലൈയുടെ വിതരണം എങ്ങനെയൊക്കെയാണ്, വിലയിലും ക്വാണ്ടിറ്റി സപ്ലൈ എങ്ങനെയൊക്കെയാണ് വിതരണം ചെയ്യുന്നത് എങ്ങനെ കാണിക്കുന്നതാണ് ജാമതീയ, അതായത് ചിത്രത്തിലൂടെ കർവിലൂടെ കാണിക്കുന്നതാണ് ജാമതീയ രീതി. അത് നിങ്ങളുടെ പേജ് നമ്പർ 239 ആറാമത്തെ ക്വസ്റ്റ്യനിൽ ഉണ്ട് കേട്ടോ ജാമതീയ രീതിയുടെ ചിത്രം. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് ഈ സപ്ലൈയെ എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ. ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരിക? എക്സ്പ്ലെയിൻ ദ 3 ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയെ എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ഘടകങ്ങളാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയെ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. വിതരണ ഇലാസ്തികയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഈ ഒരു ടോപ്പിക്സ് എങ്ങനെ ചോദിക്കുക? 3 ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എഫക്ട് ചെയ്യുന്ന 3 ഘടകങ്ങൾ എന്തൊക്കെയാണ്? അത് ഒന്നാമത്തെ എന്താണ്? വസ്തുവിന്റെ സ്വഭാവം, ഒരു ഗുഡ്സിന്റെ സ്വഭാവം. പിന്നെ അധിക ഉൽപാദന ചെലവ്, സമയകാലം. ഇതൊക്കെയാണ് ഏതിനെ എഫക്ട് ചെയ്യുക? ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയെ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ. ഇപ്പൊ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എഫക്ട് ചെയ്യുന്നത് 3 എണ്ണാണ്. വസ്തുവിന്റെ സ്വഭാവം. വസ്തുവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, നശിച്ചു പോകുന്ന വസ്തുക്കളുടെ വിതരണം സാധാരണയായി എപ്പോഴും എങ്ങനെയായിരിക്കും? അനിലാസ്തികമായിരിക്കും, ഇന്നിലാസ്റ്റിക് ആയിരിക്കും. നമ്മൾ നശിച്ചു പോകുന്ന സാധനങ്ങളുടെ വില നമ്മൾ അനിലാസ്റ്റിക് പറഞ്ഞാൽ ഇതാണ്, ഈ ഡയഗ്രാണ് വരുന്നത്. ഇന്നിലാസ്റ്റിക് സപ്ലൈ ആണ് വരുന്നത്. ഇവിടെ പ്രൈസ് ഇങ്ങനെ കൂടുകയാണ്, ക്വാണ്ടിറ്റി എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്വഭാവമാണ് ഏത്? ഒരു മിനിറ്റ്. വസ്തുവിന്റെ സ്വഭാവം ഏതിനെ സ്വാധീനിക്കുന്നുണ്ട്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയെ സ്വാധീനിക്കുന്നുണ്ട്.
എപ്പോഴും നശിച്ചു പോകുന്ന വസ്തുക്കളുടെ വിതരണം എങ്ങനെയായിരിക്കും? ഇൻഇലാസ്റ്റിക് ആയിരിക്കും എന്നാണ് പറയണത്. പിന്നെ എന്താണ് എഫക്ട് ചെയ്യുന്നത്? അധിക ഉൽപാദന ചെലവ്. അധിക ഉൽപാദന ചെലവ് കൂടുതലാണെങ്കിൽ വിതരണം അനിലാസ്തികമാകും. ചെലവ് കുറവാണെങ്കിൽ ഇലാസ്തികം. അധികമായി ഉൽപാദന ചെലവായിരിക്കുമ്പോൾ സപ്ലൈ എങ്ങനെ ആയിരിക്കും എന്നാ പറയുന്നത്? ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഈ ചെലവ് കുറവാണെങ്കിലും ഇലാസ്തികമായിരിക്കും. അതാണ് അധിക ഉൽപാദന ചെലവ് ഏതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്? സപ്ലൈയെ എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സമയകാലം. സമയകാലം എപ്പോഴും എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്? സപ്ലൈയെ എഫക്ട് ചെയ്യുന്നുണ്ട്. ദീർഘകാലത്ത് വിതരണം കൂടുതൽ ഇലാസ്തികം, ചുരുങ്ങിയ കാലത്ത് വിതരണം താരതമ്യേന അനിലാസ്തികമായിരിക്കും, ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ദീർഘകാലത്ത് സപ്ലൈ എന്തായിരിക്കും? മോർ ഇലാസ്റ്റിക് ആയിരിക്കും. എന്നാൽ ഷോർട്ട് കാലത്ത്, ചുരുങ്ങിയ കാലത്ത് സപ്ലൈ എങ്ങനെയായിരിക്കും? ഇൻഇലാസ്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. അതാണ്. അപ്പോ സപ്ലൈ ഓഫ് ഇലാസ്റ്റിസിറ്റിയെ എഫക്ട് ചെയ്യുന്നത് 3 ഘടകങ്ങളാണ്. ഏതൊക്കെ? വസ്തുവിന്റെ സ്വഭാവം, അധിക ഉൽപാദന ചെലവ്, സമയകാലം. അപ്പോ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വസ്തുവിന്റെ സ്വഭാവവും, അധിക ഉൽപാദന ചെലവും, സമയകാലവും. അടുത്തതാണ് ഇനി നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് പറഞ്ഞു തരേണ്ടത്. എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെ പഠിച്ചത് മക്കളെ? ഒരു ടീച്ചർ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ സപ്ലൈ എന്താന്ന് പഠിച്ചു, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്താന്ന് പഠിച്ചു അല്ലെ? വിലയിൽ മാറ്റം വരുമ്പോൾ സപ്ലൈയുടെ അളവിലുണ്ടാകുന്ന മാറ്റത്തെയാണ് എന്ത് പറയുക? ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. പിന്നെ നമ്മൾ അതിന്റെ ഇക്വേഷൻ പഠിച്ചു. EF ഈക്വൽ പെർസെൻറ്റേജ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ചേഞ്ച് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് പ്രൈസ് ചേഞ്ച്. പിന്നെ അതിന്റെ 5 അളവുകൾ പഠിച്ചു. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ EF ഈക്വൽ ടു 0, ഇൻഇലാസ്റ്റിക് സപ്ലൈ EF ലെസ് ദാൻ 1, യൂണിറ്ററി ഇലാസ്റ്റിക് EF ഈക്വൽ ടു 1, ഇലാസ്റ്റിക് സപ്ലൈ EF ഗ്രേറ്റർ ദാൻ 1, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ EF ഈക്വൽ ടു ആൽഫ. 5 തരങ്ങളും പഠിച്ചു. ഇത് ആദ്യം ഇങ്ങനെ വരേണ്ടത് കേട്ടോ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ ആണ് ആദ്യം വരേണ്ടത്. പിന്നെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ, അത് കഴിഞ്ഞിട്ട് യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ, അത് കഴിഞ്ഞിട്ട് പിന്നെ വരേണ്ടത് ഇലാസ്റ്റിക് സപ്ലൈ, അത് കഴിഞ്ഞിട്ടാണ് ഇൻഇലാസ്റ്റിക് സപ്ലൈ. എങ്ങനെയാണെങ്കിൽ ഈ 5 എണ്ണം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, അതിന്റെ ഡയഗ്രം അറിഞ്ഞിരിക്കണം. അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയുടെ ഡിഗ്രികൾ, ആ 5 ഡയഗ്രം അറിഞ്ഞിരിക്കണം. അതിന്റെ ഓരോ ഡയഗ്രത്തിലും വരുമ്പോ സംഭവിക്കുന്ന സിംബൽസ് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മള് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ എന്താണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞാൽ വില മാറിയാലും വിതരണ അളവില് യാതൊരു മാറ്റം ഉണ്ടാകാതെ നിൽക്കുന്നതിനാണ് എന്ത് പറയാ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. EF ഈക്വൽ ടു 0 ആയിരിക്കും. യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ എന്താണെന്ന് പഠിച്ചു. വിലയില് ശതമാനമാറ്റം വിതരണത്തിലെ സപ്ലൈയിലെ ശതമാനമാറ്റവും തുല്യമാകുന്നതാണ് ഏത്? യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. EF ഈക്വൽ ടു 1. ഞാൻ നശിച്ചു പോകുന്ന വസ്തുക്കളുടെ വിതരണം എപ്പോഴും എങ്ങനെയായിരിക്കും? ഇൻഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കും. ദീർഘകാലത്ത് വിതരണം ഇലാസ്തികത എങ്ങനെയായിരിക്കും? കൂടുതൽ ഇലാസ്തികമായിരിക്കും. എന്നാൽ ചുരുങ്ങിയ കാലത്തോ? ദീർഘകാലത്തായിരിക്കുമ്പോൾ ഇലാസ്റ്റിക് ആയിരിക്കും, ചുരുങ്ങിയ കാലത്തായിരിക്കുമ്പോൾ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. ഇതാ വീണ്ടും ടീച്ചർ കാണിച്ചു തരാം. നമ്മൾ എന്താണ് വില ഇലാസ്തികത എന്ന് അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്താന്ന് മനസ്സിലാക്കി, അതിന്റെ ഫോർമുല മനസ്സിലാക്കി, അത് 5 എണ്ണമായി തിരിച്ചിട്ടുണ്ട്, അതിന്റെ സിംബൽസ് മനസ്സിലാക്കി, ഓരോന്നിന്റെയും ഡയഗ്രങ്ങൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കുമ്പോ ഏതാണ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കുമ്പോ ഏതാണ്, യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കുമ്പോ ഏതാണ്, മോർ ദാൻ ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കുമ്പോ എങ്ങനെയായിരിക്കും, ലെസ് ദാൻ ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കുമ്പോ എങ്ങനെയായിരിക്കും, ഡയഗ്രംസ് മനസ്സിലാക്കി. പിന്നെ ഓരോന്നും അതിൻ്റെയൊക്കെ തിയറികളാണ്. ഓരോന്നും എങ്ങനെയാണ് വിശദീകരിക്കുക എന്ന അതായത് പൂർണ്ണ അനിലാസ്റ്റിക വിതരണവും, അതായത് പൂർണ്ണ അനിലാസ്റ്റിക വിതരണം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ ആണ് കേട്ടോ ഇത്. പിന്നെ ഏതാണ്, ലെസ് ദാൻ ഇലാസ്റ്റിക് സപ്ലൈ ആണ് ഇത്. പിന്നെ യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ ആണ്. പിന്നെ നമ്മൾ പഠിച്ചു ഇലാസ്റ്റിക് സപ്ലൈ ആണിത്. പിന്നെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ ആണിത്. അപ്പൊ 5 ഡയഗ്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും
വിവരിച്ചിരുന്നതാണ് പിന്നെയും കാണിക്കുന്നത്. പിന്നെ നമ്മള് അതിന്റെ അളക്കുന്ന രീതി 2 മെത്തേഡാണ്. ശതമാന രീതി ഉണ്ട്, ജാമിതീയ രീതി ഉണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, വസ്തുവിന്റെ സ്വഭാവം, അധിക ഉൽപാദന ചെലവ്, സമയകാലം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ 20ാമത്തെ ചാപ്റ്ററിൽ മനസ്സിലാക്കിയത്. ഈ ചാപ്റ്ററിന്റെ റെക്കോർഡിംഗ് ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ ഗൈഡ് എടുത്തിട്ട് പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലി ചോദിക്കാവുന്നതാണ്. ലൈവ് സെക്ഷൻ വെക്കുമ്പോഴും ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന്റെ ക്ലാസ് നന്നായിട്ട് ഉപകരിക്കട്ടെ. നിങ്ങൾ നന്നായിട്ട് റെക്കോർഡിംഗ് ക്ലാസ് മനസ്സിലാക്കുക. അതേപോലെ അതിന്റെ ആ ഡയഗ്രംസ് ഇല്ലേ, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയുടെ ഡയഗ്രംസ് ഇംഗ്ലീഷിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മലയാളത്തിൽ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. ഇംഗ്ലീഷിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഡയഗ്രം നന്നായി വരച്ച് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ക്ലിയർ ചെയ്ത് പോവുക. പേഴ്സണലി ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് പോവുക. ബെസ്റ്റ് വിഷസ്.